നമസ്തേ ഹരിശരണം. ഓം ഹരിശ്രീ ഗണപതയേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അഥ ശ്രീമദ് ഭഗവദ്ഗീത സാംഖ്യയോഗഃ. ശ്രീ ഭഗവാനുവാച. ശ്ലോകം 11. അശോച്യാനന്വശോചസ്ത്വം പ്രജ്ഞാവാദംശ്ച ഭാഷസേ ഗദാസു ന ഗദാസുംശ്ച നാനുശോചന്തി പണ്ഡിതാഃ. അർത്ഥം: ശ്രീകൃഷ്ണ ഭഗവാൻ അരുളി ചെയ്തു, നീ ദുഃഖിക്കേണ്ടവരല്ലാത്തവരെ കുറിച്ച് ദുഃഖിച്ച് ബുദ്ധിതത്വങ്ങൾ പറയുകയും ചെയ്യുന്നു. വിദ്വാൻമാർ മരിച്ചവരെക്കുറിച്ചും ജീവിച്ചിരിക്കുന്നവരെക്കുറിച്ചും ദുഃഖിക്കുന്നില്ല. ശത്രുപക്ഷത്തുള്ളവർ ആര് തന്നെയായാലും മരിക്കുന്നതിൽ അർജുനൻ എന്തിനു വ്യാകുലനാകുന്നു? മരണം ജീവധർമ്മമല്ലേ? അർജുനൻ ശരം പ്രയോഗിച്ചില്ലെങ്കിൽ ഇവരൊക്കെ എക്കാലവും ജീവിച്ചിരിക്കുമോ? ജനന മരണങ്ങൾക്ക് നാം ആരും ഉത്തരവാദികളല്ലല്ലോ. മരണം അവശ്യം ഭാവിയല്ലേ? അതേ ചൊല്ലിയാണല്ലോ അർജുനന്റെ വിഷാദം. അതേസമയം വലിയ പണ്ഡിതന്മാരെ പോലെ മഹത്വത്വങ്ങൾ പറയുകയും ചെയ്യുന്നു. ജ്ഞാനികൾ ഒരിക്കലും ദുഃഖിക്കാറില്ല. അഹം മമാഭിമാനമാണ് ദുഃഖത്തിന് കാരണം. ജ്ഞാനവും ദുഃഖവും തമ്മിൽ എങ്ങനെ ചേർച്ചയുണ്ടാകും? മരിച്ചവരെക്കുറിച്ചും ജീവിച്ചിരിക്കുന്നവരെക്കുറിച്ചും പണ്ഡിതന്മാർ ദുഃഖിക്കാതിരിക്കുന്നത് ജനനവും ജീവിതവും മരണവും അവരുടെ നിയന്ത്രണത്തിൽ അല്ലാത്തത് കൊണ്ടുതന്നെയാണ്. ഗീതോപദേശം തുടങ്ങുന്നത് ഈ ശ്ലോകത്തിലാണ്. അർജുനന്റെ മൂഢതയെ തെല്ലൊന്ന് പരിഹസിച്ചുകൊണ്ട് തന്നെ ഒരു ആചാര്യൻ എന്ന നിലയ്ക്ക് ഭഗവാൻ പറഞ്ഞു തുടങ്ങുന്നു. അശോച്യാൻ എന്നിടത്ത് അകാരത്തിലാണ് ഉപദേശം തുടങ്ങുന്നത്. അക്ഷരാണാം അകാരോസ്മി എന്ന് മറ്റൊരിടത്തു പറയുമ്പോൾ അകാരം മുഖ്യമായ അക്ഷരമാണെന്ന് വരുന്നു. ആ മുഖ്യമായ അക്ഷരത്തിലാണ് ഗീതോപദേശം തുടങ്ങുന്നത്. പ്രപഞ്ചം എന്ന അസ്തിത്വത്തിന്റെ പൊരുളറിഞ്ഞവനാണ് പണ്ഡിതൻ. ഈ അസ്തിത്വം നിത്യേന ഉണ്ടായി മറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ക്ഷണികമായ ദൃശ്യങ്ങളിൽ വ്യക്തിക്ക് തോന്നുന്ന മമതാബോധമാണ് ദുഃഖത്തിന് കാരണം. ഈ നശ്വര ദൃശ്യങ്ങൾക്കപ്പുറത്തായി സ്ഥായിത്വമുള്ള ആത്മതത്വത്തെ ദർശിക്കാൻ കഴിയുന്ന പണ്ഡിതന് ദുഃഖമുണ്ടാകുന്നതേയില്ല. വലിയ ജ്ഞാനികളെ പോലെ അർജുനൻ സംസാരിക്കുകയും ചെയ്യുന്നു. ആ പ്രജ്ഞാവാദങ്ങൾക്ക് ഈ ദുഃഖവുമായി എങ്ങനെ പൊരുത്തപ്പെടാൻ കഴിയും? ദുഃഖം ഒരു കാര്യത്തിനും പ്രതിവിധിയല്ല. മരണം ജീവരാശിക്ക് അനിവാര്യമായ ഒരു ആവശ്യം കൂടിയാണ്. എന്നിരിക്കിൽ ദുഃഖം ഒഴിവാക്കി ഈശ്വരാർപ്പണ ബുദ്ധിയോടെ കർത്തവ്യാനുഷ്ഠാനത്തിൽ മുഴുകുകയാണ് മനുഷ്യന് ചെയ്യാൻ കഴിയുന്നത്. അജ്ഞാനത്തിൽ നിന്ന് അനുഭവഗോചരമാകുന്ന ദുഃഖം നിരുപയോഗമാണെന്ന് മാത്രമല്ല, അത് ജീവിതത്തെ തളർത്തുകയും ചെയ്യുന്നു. തത്വബോധവും പൗരുഷവും കൊണ്ട് ഈ ദുഃഖത്തെ അതിജീവിച്ച് കർമ്മോന്മുഖനാകാനാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ആദ്യ ശ്ലോകത്തിൽ തന്നെ അർജുനനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ശ്ലോകം 12. ന തേവാഹം ജാതുനാസം ന ത്വം നേമേ ജനാധിപാഃ ന ചൈവ ന ഭവിഷ്യാമഃ സർവേ വയമതഃ പരം. ഞാൻ ഒരിക്കലും ഇല്ലാതിരുന്നു എന്ന സ്ഥിതി ഇല്ല തന്നെ. നീ ഇല്ലാതിരുന്ന കാലം ഇല്ല. ജനാധിപ, ഈ രാജാക്കന്മാരും ഇല്ലാതിരുന്നു എന്നതിലല്ല. ഇതിന് ശേഷം നാം എല്ലാം ഇല്ലാതാകും എന്നതും ഇല്ല തന്നെ. എല്ലാം ഇല്ല തന്നെ. ഞാനോ നീയോ ഈ രാജാക്കന്മാരോ ആരും തന്നെ ഒരു കാലത്തും ഇല്ലാതിരുന്നിട്ടില്ല. ഇനി ഏതെങ്കിലും കാലത്ത് ഇല്ലാതാകുകയുമില്ല. കുശവൻ കളിമണ്ണുകൊണ്ട് കുടമുണ്ടാക്കുന്നു. അയാളുടെ പ്രവൃത്തി തുടങ്ങുന്നതിന് മുൻപ് കുടം ഇല്ലായിരുന്നു. ഈ വിധം ഒരു വസ്തു ജനിക്കുന്നതിന് മുൻപുള്ള ഇല്ലായ്മയെ താർക്കികന്മാർ പ്രാഗഭാവം എന്ന് പറയുന്നു. മുൻപുള്ളത്
കുടമുടഞ്ഞു പോയാൽ അത് ഇല്ലാതായി. ആ ഇല്ലായ്മയെ പ്രധ്വംസാഭാവം എന്ന് വിളിക്കുന്നു. ഈ വിധത്തിലുള്ള രണ്ട് അഭാവങ്ങളും ജീവികളെ സംബന്ധിച്ച് ഇല്ല. ഇവയൊന്നും ഇല്ലാതിരുന്നുവെന്നോ ഇല്ലാതാകുന്നുവെന്നോ വിചാരിക്കുന്നത് വിഭ്രാന്തിയാണ് അർജുന. നമ്മുടെ ആത്മസത്തയുടെ സ്വരൂപം നിത്യമാണെങ്കിലും ജഡപദാർത്ഥങ്ങൾക്ക് ഉൽപ്പത്തിയുണ്ട്, നാശവുമുണ്ട്. ഈ നാശം ദുഃഖത്തിന് കാരണമാണല്ലോ. മരണം ദുഃഖത്തിന് കാരണമാണല്ലോ. ഈ പ്രശ്നത്തിന് ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ മറുപടി പറയുകയാണ്. ഇവിടെ ശ്ലോകം 13. ദേഹിനോ അസ്മിന്യതാ ദേഹേ കൗമാരം യൗവനം ജര തദാ ദേഹാന്തര പ്രാപ്തിർധീരസ്തത്രന്ന മുഹ്യതി. അർത്ഥം: ഈ ദേഹത്തിൽ ജീവന് യാതൊരു പ്രകാരത്തിൽ കൗമാരവും യൗവനവും വാർദ്ധക്യവും ഉണ്ടാകുന്നുവോ അതേവിധം അന്യദേഹപ്രാപ്തിയും ഉണ്ടാകുന്നു. അക്കാര്യത്തിൽ ധീരൻ മോഹിക്കുന്നില്ല. അതായത് ദേഹസ്ഥിതനായ ആത്മാവിന് ഈ ശരീരത്തിൽ ശൈശവം, കൗമാരം, യൗവനം, വാർദ്ധക്യം എന്നീ അവസ്ഥകൾ മാറി മാറി വരുന്നത് പോലെ തന്നെയാണ് മരണാനന്തരം മറ്റൊരു ശരീരം സ്വീകരിക്കുന്നത്. സമബുദ്ധിയുള്ള ധീരൻ ഈ മാറ്റങ്ങളെക്കുറിച്ച് ചിന്തിച്ച് സംഭ്രമിക്കുന്നില്ല. മനുഷ്യൻ ശിശുവായി ജനിക്കുന്നു, കൗമാരം പ്രാപിക്കാൻ നൈസർഗികമായി തന്നെ ഉത്സുകനാകുന്നു. കൗമാരത്തിലെത്തിക്കഴിഞ്ഞാൽ യുവാവാകാൻ തത്രപ്പെടുന്നു. പാവാടപ്രായക്കാർ സാരി അണിയാനും വള്ളിനിക്കറുകാർ മുഖരോമമില്ലാത്തത് കൊണ്ട് കരിമഷി കൊണ്ട് മീശ വരച്ചുണ്ടാക്കാനും ഒക്കെ നമ്മൾ ശ്രമിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. യൗവനം ജീവിതത്തിലെ വസന്തമാണെന്ന് പറയപ്പെടുന്നു, കരുതപ്പെടുന്നു. ഉത്കണ്ഠാപൂർവം സ്വാഗതം ചെയ്യപ്പെടുന്ന ആ വസന്തകാലത്തെ വിട്ടൊഴിയാൻ എളുപ്പത്തിൽ മനുഷ്യൻ തയ്യാറാകുന്നില്ല. വീണ്ടും മുടിയിൽ കരിമഷി പ്രയോഗം നടത്തുന്നു, ഡൈ അടിക്കുന്നു. മരുന്നും മന്ത്രവും മഷിയും ഒക്കെ പ്രയോഗിച്ചാലും യൗവനത്തെ തള്ളിമാറ്റിക്കൊണ്ട് വാർദ്ധക്യം കടന്നു വരിക തന്നെ ചെയ്യും. ഈ മാറ്റങ്ങളൊക്കെ ശരീരത്തിന് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ, ആത്മാവിനെ ബാധിക്കുന്നതേയില്ല. അതേ രീതിയിൽ മരണത്തോടെ ഒരു ശരീരം ഉപേക്ഷിച്ച് ജീവാത്മാവ് മറ്റൊരു പുതിയ ശരീരം സ്വീകരിക്കുന്നു. ജീവാത്മാവ്, പരമാത്മാവ് എന്നിവയുടെ നിത്യതയും ഭൗതിക ശരീരത്തിന്റെ നശ്വരതയും അറിയുന്ന പണ്ഡിതൻ ഈ ദേഹാന്തരപ്രാപ്തി എന്ന മരണത്തെ ചൊല്ലി ദുഃഖിക്കുന്നില്ല. നീയും ഈ തത്വം മനസ്സിലാക്കി ദുഃഖം ഒഴിവാക്കുക. അർജുന, നീയും ഈ ദുഃഖം ഒഴിവാക്കി യുദ്ധത്തിനായി തയ്യാറെടുക്കുക. ഭീഷ്മദ്രോണാദികൾ മരിക്കുമെന്ന സങ്കടം കൊണ്ടാണ് അർജുനൻ തളർന്നിരിക്കുന്നത്. അപ്പോൾ ഭഗവാൻ പറയുകയാണ്, നീ അവരെ വധിച്ചില്ലെങ്കിലും അവർക്ക് വാർദ്ധക്യം വന്നു ചേരുക തന്നെ ചെയ്യും, അവർ മരിക്കുക തന്നെ ചെയ്യും. പിന്നെന്തിന് നീ ദുഃഖിക്കുന്നു? ഈ സ്ഥൂല ശരീരം നശിക്കുന്നത് കൊണ്ട് ആത്മാവിനൊരു ഹാനിയും സംഭവിക്കുന്നില്ല. ഇക്കാര്യം മനസ്സിലാക്കിയിട്ടുള്ള സത്യദർശി ആരുടെ മരണത്തിലും ദുഃഖിക്കുന്നില്ല. തുടർന്ന് അടുത്ത ശ്ലോകം 14-ാമത്തെ ശ്ലോകം. മാത്രാ സ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണ സുഖദുഃഖദാഹ ആഗമാപായിനോ അനിത്യാസ്താംസി ദിദിശസ്വ ഭാരത. കുന്തിപുത്ര, ഇന്ദ്രിയ അവബോധങ്ങളാകട്ടെ തണുപ്പും ചൂടും സുഖവും ദുഃഖവും നൽകുന്നവയും ഉണ്ടാകുകയും നശിക്കുകയും ചെയ്യുന്നവയും നശ്വരങ്ങളുമാണ്. ഭരതവംശജനായ പാർത്ഥ, അവയെ സഹിച്ചുകൊള്ളുക. ഭഗവാൻ ഇങ്ങനെ അരുളി ചെയ്തു. അർജുന, ഇന്ദ്രിയങ്ങൾക്ക് വിഷയങ്ങളുമായുള്ള ബന്ധം കൊണ്ടാണ് സുഖവും ദുഃഖവും ചൂടും തണുപ്പുമൊക്കെ അനുഭവപ്പെടുന്നത്. അവയ്ക്കൊന്നിനും എല്ലായ്പ്പോഴും എല്ലാവരിലും ഒരേ വികാരം ജനിപ്പിക്കാൻ കഴിയുകയില്ല. നേത്രേന്ദ്രിയത്തിനു സുന്ദരമായ വസ്തു സൗഖ്യപ്രദമാണല്ലോ. പക്ഷേ വേദന കൊണ്ട് പിടയുമ്പോഴോ പ്രിയജനങ്ങളുടെ ആപത്തുകൊണ്ട് മനസ്സ് വിഭ്രാന്തമായിരിക്കുമ്പോഴോ സുന്ദരമായ ഒരു വസ്തുവിനെ നേത്രേന്ദ്രിയത്തെ തൃപ്തിപ്പെടുത്താൻ കഴിയുന്നില്ല. മറ്റൊന്ന് ലോകത്തു സുന്ദരമായ വസ്തുക്കൾ ഉള്ളതുപോലെ തന്നെ വിരൂപമായ വസ്തുക്കളും ഉണ്ട്. സാധാരണഗതിയിൽ സുന്ദരമായ ഒരു വസ്തു നേത്രത്തെ തൃപ്തിപ്പെടുത്തുമ്പോൾ അതിസുന്ദരമായ അഥവാ വിരൂപമായ വസ്തു, അസുന്ദരമായ അഥവാ വിരൂപമായ വസ്തു നേത്രത്തിന് ശല്യമായി തീരുന്നു.
ശ്ലോകം 15. യം ഹിന വ്യദയന്ത്യേത്തെ പുരുഷം പുരുഷർഷഭ സമദുഃഖ സുഖം ധീരം സോ അമൃതത്വായ കൽപ്പത്തെ. അർത്ഥം: പുരുഷശ്രേഷ്ഠ, സുഖദുഃഖങ്ങളെ സമമായി കാണുന്നവനും ധീരനുമായ പുരുഷനെ ഇവ ദുഃഖിപ്പിക്കുന്നില്ലയോ, അയാൾ അമരത്വത്തിന് അർഹനാകുന്നു. അതായത്, ഇന്ദ്രിയങ്ങൾക്ക് വിഷയങ്ങളോടുള്ള ബന്ധം നിമിത്തം സുഖദുഃഖങ്ങൾ അനുഭവപ്പെടുന്നല്ലോ. നശ്വരങ്ങളായ സുഖദുഃഖങ്ങളെ സമഭാവനയോടെ നേരിടാനുള്ള കഴിവ് നേടുന്നവൻ ധീരനാകുന്നു. അയാളെ സുഖദുഃഖങ്ങൾ ബാധിക്കുന്നതേയില്ല. എല്ലാം തുല്യമായി കാണുന്ന മനോഭാവം തന്നെയാണ് അതിന് കാരണം. സുഖാനുഭവം ഉണ്ടാകുമ്പോൾ അതിരുകടന്ന് ആഹ്ലാദിക്കുകയോ ദുഃഖമുണ്ടാകുമ്പോൾ നിരാശനായി കർത്തവ്യവിമുഖനാവുകയോ ചെയ്യാതിരിക്കുന്നതിലാണ് ധീരത പ്രകടമാകുന്നത്. അത്തരത്തിലുള്ള വ്യക്തി അമരപദത്തിനും മോക്ഷത്തിനും അർഹനായി തീരുന്നു. എല്ലാം നശ്വരമാണെന്ന് അറിഞ്ഞിട്ടും നമുക്ക് ലഭിക്കുന്ന സന്തോഷങ്ങളിൽ ഒരുപാട് നമ്മൾ ആഹ്ലാദിക്കരുത്. അതുപോലെ ഒരുപാട് ദുഃഖങ്ങൾ നമുക്ക് വരുമ്പോൾ നമ്മൾ തളർന്നു പോകുകയും അരുത്. ഇത് വലിയ ഒരു സന്ദേശം തന്നെ ആണ്. ഗീതയുടെ അടുത്ത ഭാഗങ്ങൾക്കായി കാത്തിരിക്കുമല്ലോ.